السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: من أحيا ليلة الفطر وليلة الأضحى لم يمت قلبه يوم تموت القلوب. صدق رسول الله صلى الله عليه وسلم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനാത്തുകളെ, സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ബലിപെരുന്നാൾ ആഗതമായി. ഒരു മുഅ്മിനാത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഇവിടെ പറയാനുള്ളത്, അവന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതം പരിശുദ്ധമായിരിക്കുന്ന പെരുന്നാളിൻ്റെ അന്ന് അത് വെറും ആഘോഷത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതല്ല, പിന്നെ ധാരാളമായിട്ട് ആരാധന കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. പെരുന്നാൾ വിശ്വാസിക്ക് ആഘോഷത്തിന് മാത്രമുള്ളതല്ല, ഓരോ നിമിഷവും ആരാധനയിൽ കഴിഞ്ഞുകൂടേണ്ട സമയം കൂടിയാണ്. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയ രണ്ട് ആഘോഷം, ഒന്ന് ഈദുൽ ഫിത്ർ, അത് റമളാന്റെ അവസാനത്തെ പരിസമാപ്തിയോടുകൂടെ അത് കഴിഞ്ഞു. പിന്നൊന്ന് ഈദുൽ അദ്ഹ എന്നുള്ളത്, അതാണ് നമുക്ക് ആഗതമായി വരുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഇവിടെ മനസ്സിലാക്കുക, പരിശുദ്ധമായിരിക്കുന്ന ഈദുൽ അദ്ഹ, അതെ, ദുൽഹിജ്ജ 10 അന്ന് രാത്രിയും പകലും, ഇന്ന് മഗ്‌രിബോടുകൂടെ ആരംഭിക്കുന്ന ദിവസം. ഈ ദിവസങ്ങളിൽ ധാരാളം കർമ്മങ്ങൾ, സ്വലാത്തുകൾ, സിക്റുകൾ, തസ്ബീഹുകൾ ചൊല്ലേണ്ട ദിവസമാണ്. ഈ ദിവസത്തിൽ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് അവന്റെ തക്ബീർ പറയുക എന്നുള്ളതാണ്. ഏറ്റവും അധികം വർദ്ധിക്കേണ്ട മുദ്രാവാക്യമാണ് അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവൻ, ഞാൻ ഒന്നിനും കഴിയാത്തവൻ എന്ന നിലക്ക് അവന്റെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുന്ന മുദ്രാവാക്യം. ഇത് കൂടുതലായി പറയേണ്ടതുണ്ട് എൻ്റെ മുഅ്മിനുകളെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു: സയ്യിനു അയ്യാദകും ബിത്തക്ബീർ. തക്ബീറുകളെ കൊണ്ട് നിങ്ങളുടെ ആഘോഷത്തിനെ ഭംഗിയാക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആയതുകൊണ്ട് ധാരാളമായി തക്ബീർ പറയേണ്ടതുണ്ട്. ഈ തക്ബീറിന്റെ ക്രമം പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപത്തിൽ തിരിച്ചിരിക്കുന്നു. ഒന്ന്, ഈ ബലിപെരുന്നാൾ, ഇതാണ് നമ്മൾ ചർച്ചാ വിഷയം. ഈ ബലിപെരുന്നാളിൽ തക്ബീർ 3 നിലക്ക് അതിനെ തരം തിരിച്ചിരിക്കുന്നു. ഒന്ന്, ദുൽഹിജ്ജ 1 മുതൽ തന്നെ നമ്മൾ ചൊല്ലി വരും തക്ബീർ, അതായത് അല്ലാഹു അക്ബർ എന്ന് മാത്രം പറയാ. അതെപ്പോഴാണ് പറയേണ്ടത്? അത് ഉദ്ഹിയ്യത്ത് അറുക്കപ്പെടുന്ന മൃഗങ്ങളെ കണ്ടാൽ, അല്ലെങ്കിൽ അതിന് ശബ്ദം കേട്ടാൽ നമ്മൾ പറയണം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ പറയാൻ. മറ്റൊന്നാണ്, ഇന്ന് സുബഹി മുതൽ തുടങ്ങിയ അറഫ ദിവസമാണ്. അറഫാന്റെ സുബഹി മുതൽ തുടങ്ങിയിട്ട് ദുൽഹിജ്ജ 13 അന്ന് അസർക്ക് അവസാനിക്കുന്ന അയ്യാമു തശ്രീഖ് വരെയുള്ള തക്ബീർ. അതിലേക്ക് ചില കണ്ടീഷൻ ഉണ്ട്, അത് ചില സമയം നിശ്ചയിച്ചതാണ്. എല്ലാ സമയത്തും ഇങ്ങനെ നിരന്തരമായി ചൊല്ലുന്ന തക്ബീർ അല്ല. ഓരോ നിസ്കാരങ്ങൾ ശേഷം, ഫറലായാലും സുന്നത്തായാലും ഫർദ് കിഫായാലും ഈ നിസ്കാരമായാലും എല്ലാ നിസ്കാരത്തിന്റെ ശേഷം സുന്നത്തുള്ള തക്ബീർ. ആ തക്ബീർ പറയേണ്ടത് നിസ്കാരത്തിലെ സാധാരണ സിക്ർ കഴിയുന്നതിന് മുമ്പ് തന്നെ, അതായത് നിസ്കാരത്തിന്റെ സാധാരണ സിക്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആ തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. അത് അങ്ങനെ മൂന്നാമത്തെ തക്ബീറാണ് മുർസലായ തക്ബീർ എന്ന് പറയാ. മുർസലായ മുത്തലഖായ തക്ബീറും ഇതിന് പറയും. അതായത് ഇന്നത്തെ മഗ്‌രിബോടുകൂടെ സ്റ്റാർട്ട് ചെയ്താൽ നാളെ ഇമാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ, ജമാഅത്ത് നിസ്കരിക്കുന്നവന്റെ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവന്റെ അവന്റെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നവരും പെരുന്നാസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിസ്കരിക്കാത്തവനാണെങ്കിൽ ദുഹൂർ നിസ്കാരത്തിന്റെ സമയം വരെ ഇങ്ങനെ നിരന്തരമായിട്ട് തക്ബീർ ചൊല്ലണം. അങ്ങനെ 3 നിലക്കാണ്. ഒന്ന്,
ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിത്തറക്കപ്പെടുന്ന മൃഗങ്ങളെ കാണുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ചൊല്ലേണ്ടത്. മറ്റൊന്ന് അറഫാന സുബഹി മുതൽ ദുൽഹിജ്ജ അയ്യാമത്ത് ശരീക്കിന്റെ അസ്ർ വരെ. പിന്നൊന്ന് ഇന്ന് മഗ്രിബ് മുതൽ തുടങ്ങി ഇമാമോ നിസ്കാരത്തിലേക്ക്, അതായത് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് കൈകെട്ടുന്നത് വരെ തക്ബീറത്തുൽ ഇഹ്റാം വരെ ചൊല്ലേണ്ട തക്ബീർ. അതിന് തക്ബീർ മുത്തുലക്ക് എന്ന് പറയാം. നിരന്തരമായിട്ട് അതിന്റെ പ്രത്യേകമായിരിക്കുന്ന സമയങ്ങളൊന്നുമില്ല, എല്ലാ സമയത്തും ചൊല്ലാം. വഴികളിലും ചൊല്ലാം, അങ്ങാടികളിലും ചൊല്ലാം. അതുപോലെ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, എൻ്റെ സഹോദരിമാർ ചരക്കുമ്പോൾ, അരക്കുമ്പോൾ ഒക്കെ തക്ബീർ ചൊല്ലാണ് നിരന്തരമായി. ഇന്ന് മഗ്രിബ് മുതൽ അങ്ങനെ തക്ബീർ. ആ തക്ബീറിന്റെ പ്രത്യേകമായിരിക്കുന്ന രൂപങ്ങൾ ബഹുമാനപ്പെട്ട നവീം അവിടുത്തെ മിൻഹാജിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് തക്ബീർ പറയേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ പറയുകയാണ് വയുസ്തഹബ്ബു അൻ യസീദ കബീറ, അല്ലാഹു അക്ബർ കബീറ, വൽഹംദുലില്ലാഹി കസീറ, വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസ്വീല എന്നും കൂടി ചേർത്തി പറയും. ഓരോ 3 കഴിയുമ്പോൾ ഓരോന്ന് ചേർത്തി പറയും. ഇങ്ങനെ ചേർത്ത് പറയൽ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി ഇവിടുത്തെ മിൻഹാജിൽ പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ സഹോദരന്മാര് പെരുന്നാളിന്റെ രാത്രി അന്ന് പൊടിപൊടിക്കേണ്ട, ആഘോഷം പൊടിപൊടിക്കേണ്ട, ഷോപ്പിങ്ങിന് പോകേണ്ടതും അതുപോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നിരക്കേണ്ടതായിരിക്കുന്ന സമയങ്ങളല്ല. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ്, സമയങ്ങളാണ് എൻ്റെ മുഅ്മിനുകളെ. മഹാനായ നമ്മുടെ നേതാവ് ശറഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, മൻ നഹിയ ലൈലത്തുൽ ഫിത്രി വ ലൈലത്തുൽ അദ്ഹാ ലം യമുത് ഖൽബുഹു യൗമ തമൂതുൽ ഖുലൂബ്. തൊബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആരെങ്കിലും ആരാധന കർമ്മങ്ങളെ കൊണ്ട് ഈ രാവുകളെ, ലൈലത്തുൽ ഫിത്റിന്റെ, അത് ചെറു പെരുന്നാൾ അല്ലെങ്കിൽ വലിയ പെരുന്നാളിന്റെ ദിവസങ്ങളെ, രാവുകളെ ആരെങ്കിലും ആരാധന കർമ്മങ്ങളുമായിട്ട് ധന്യമാക്കി കഴിഞ്ഞാൽ ലം യമുത് ഖൽബുഹു, അവന്റെ ഹൃദയം മരിക്കുന്നതല്ല. യൗമ തമൂതുൽ ഖുലൂബ്, ഹൃദയങ്ങളെല്ലാം മരിക്കുന്ന ഒരു ദിവസത്തിൽ അവന്റെ ഹൃദയം മരിക്കൂല എന്ന് പറഞ്ഞാൽ നല്ല പരലോകത്തെത്തുന്ന സമയത്ത് ഹൃദയം പ്രകാശിക്കുന്നതാണ്, വിഷമങ്ങൾ ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ അനുഗ്രഹീതമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് അവനിക്ക് എത്താനുള്ള നിമിത്തം ഈ പരിശുദ്ധമായിരിക്കുന്ന ഈ ബലിപെരുന്നാളിന്റെ രാവ് ഹയാത്താക്കൽ കൊണ്ട് അവർക്ക് കിട്ടുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, വലിയ പെരുന്നാൾ ദിവസം ദുആക്കിച്ച ഇജാബത്തുള്ള ദിവസങ്ങളാണ്. മഹാനായ നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞില്ലേ, ബലഗനാ അദ്ദുആ മുസ്തജാബ് ഫീ 5 ലയാൽ. അതേ 5 വർഷങ്ങളിൽ 5 രാവുകൾക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവുകളാണ്. ഒന്ന് ലൈലത്തുൽ ജുമുഅ, ഒന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. ലൈലത്തുൽ അദ്ഹ, ബലിപെരുന്നാൾ ദിവസം, അത് രാവ്. ലൈലത്തുൽ ഫിത്ർ, അതുപോലെ തന്നെ ചെറിയ പെരുന്നാൾ രാവ്. അതുപോലെ തന്നെ അവ്വലു മിൻ ലൈലത്തുർ റജബ്, റജബിന്റെ 1-ാം രാവും. വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാന്റെ പകുതിയിലെ രാവും. എന്റെ സഹോദരന്മാരെ, ഈ 5 രാവുകളുടെ കൂട്ടത്തിൽ ഉത്തരം നൽകപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കുന്ന, റിജക്ട് ചെയ്യാത്തതായിരിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ബലിപെരുന്നാളിന്റെ രാവ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ധാരാളം കർമ്മങ്ങൾ ചെയ്യുക, ധർമ്മങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല, നാടിന്റെ പല ഭാഗങ്ങളിലും അപകടങ്ങളും അപകട മരണങ്ങളും കാറ്റും ഇടിയും മിന്നും അതുപോലെ തന്നെ ഒരുപാട് നിലയ്ക്ക് മനുഷ്യന്മാര് ബുദ്ധിമുട്ടുകയും പൊറുതിമുട്ടുകയും സ്വന്തം ഭവനം പോലെ നഷ്ടപ്പെടുത്തുകയും ജീവൻ പൊലിഞ്ഞു പോവുകയും ചെയ്യപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങിയിടുന്നുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, ധാരാളമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളും എങ്ങനെയും രക്ഷപ്പെട്ടവരല്ല എൻ്റെ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ അദാബ് ഏത് സന്ദർഭത്തിൽ വരുന്നത് തന്നെയാണ്. ആയതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് ദുആ ചെയ്യൽ അത്യന്താപേക്ഷിതമാണ് എൻ്റെ മുഅ്മിനുകളെ. അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ദുആക്ക് ഇജാബത്തുള്ള രാവ്, ഷോപ്പിങ്ങിനും മറ്റും പോയിട്ട് അതിനെ നമ്മൾ
വെറുതാവിലാക്കാതെ പരിപൂർണമായി അതിന് നമ്മൾക്ക് കൈമുതലാക്കാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതും ഓരോരുത്തരും പ്രയത്നിക്കേണ്ടതുണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് അർദാൻ തങ്ങൾ അവിടെ മിസ്ബാഹുൽ ലലാ ബിശറീ നൈൽ മറാം എന്ന കിതാബിൽ പറയാം. അതുപോലെ തന്നെ കൻസുൻ നജാത്തി വസ്സുറൂർ എന്ന കിതാബിലൊക്കെ കാണുന്നുണ്ട്. ആരെങ്കിലും ഇതേ പെരുന്നാളിൻ്റെ അന്ന് സുബഹിക്ക് ശേഷം 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവന്റെ എല്ലാ പാവങ്ങളെ മായ്ക്കപ്പെടുന്നതാണ്. അവന്റെ റിക്കാർഡിൽ അവന്റെ ഏടുകളിൽ ഒരു തിന്മയും ഒരു മിസ്റ്റേക്കും ഒരു ഒഫൻസും ഉണ്ടാകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അർദാൻ തങ്ങൾ അവിടുത്തെ മിസ്ബാഹുൽ ലലാ ബിശറീ നൈൽ മറാം എന്ന കിതാബ് രേഖപ്പെടുത്തുന്നു. എന്ന് മാത്രമല്ല, ഒരു ഹദീസിൽ കാണുന്നുണ്ട്, മൻ ഖാല യൗമൽ ലൈലി സുബ്ഹാനല്ലാഹി ബിഹംദിഹി 300 മറ വഹദാഹാ ലിൽ അംവാത്തിൽ മുസ്ലിമീൻ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാള് 300 തവണ സുബ്ഹാനല്ലാഹി ബിഹംദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നിട്ട് അതിനെ അവനിൽ മരണപ്പെട്ടു പോയതായിരിക്കുന്ന ഉമ്മയുടെയോ വാപ്പയുടെയോ ജ്യേഷ്ഠാനുജന്മാരുടെയോ ഭാര്യ മക്കളുടെയോ ഖബറിലേക്ക് ഹദിയാക്കുകയും ചെയ്താൽ ആ ഖബറിൽ 1000 പ്രകാശം ഈ ചൊല്ലിയവനിക്കുകയാണെങ്കിൽ അവന്റെ ഖബറിൽ 1,00,000 പ്രകാശം കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ചില ഹദീസിൽ കാണുന്നുണ്ട്. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനാത്തുകളെ, നമ്മൾ ഈ പെരുന്നാളിന്റെ ദിവസം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും അഭിലാഷം കൈകൊള്ളുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ മുഅ്മിനുകളെ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരും സന്തോഷിക്കേണ്ടവരാണ്. നമ്മെ നാമാക്കിയ നമ്മളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, കൂട്ടുകുടുംബക്കാർ, അവർക്കെല്ലാം നമ്മൾ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഇത്തരം ദിക്റുകൾ നമ്മൾ ഓതി ഹദിയ ചെയ്താൽ അവരുടെ ഖബറിൽ പ്രകാശം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവിന്റെ തൊലിപ്പുറത്ത് സന്തോഷിക്കുന്ന നാം നമ്മെ പോലെ അവരും ഒരു കാലത്ത് ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തുണ്ടായിരുന്നു. അവരും സന്തോഷിക്കാൻ വേണ്ടി അവരുടെ പേരിൽ ഒരു 300 സുബ്ഹാനല്ലാഹി ബിഹംദി എന്നുള്ള ദിക്ർ ചൊല്ലി ഹദിയ ചെയ്യുക. എന്നാൽ അവർക്ക് സന്തോഷം കിട്ടുന്നതാണ്. എൻ്റെ മുഅ്മിനുകളെ മനസ്സിലാക്കുക. ഇന്ന് മാത്രമല്ല, പരിശുദ്ധമായിരിക്കുന്ന ഈ പെരുന്നാളിൻ്റെ അന്ന് സുന്നത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പെരുന്നാൾ കുളിയെ നാം കുളിക്കുക എന്ന നിയത്ത് വെച്ചിട്ട് നമ്മൾ കുളിക്കേണ്ടതുണ്ട്. പെരുന്നാളിന്റെ കുളി നിയത്ത്, അതെ, പെരുന്നാളിന്റെ കുളി നമ്മൾ കുളിക്കേണ്ടതുണ്ട്. ഒന്ന്. 2, സുഗന്ധം പൂശുക, അത് സുന്നത്തുള്ളതാണ്. നല്ല അത്തറ് പൂശുക. അതുപോലെ തന്നെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുക. പോകുന്ന വഴിയും അതുപോലെ തന്നെ വരുന്ന വഴിയും രണ്ടും ഡിഫറെന്റ് ആക്കുക. അതുപോലെ തന്നെ നടന്ന് തന്നെ പോകുക. നല്ല നല്ല വസ്ത്രം ധരിക്കുക. പുത്തനുടുപ്പ് ഉടുക്കുക. വെള്ള വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ നിസ്കാര ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയ പെരുന്നാളാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ വലിയ പെരുന്നാളിനന്ന് ഭക്ഷണം കഴിക്കുന്ന മുമ്പ് തന്നെ പള്ളിയിലേക്ക് പോകുക. എൻ്റെ മുഅ്മിനീങ്ങൾ, എന്ന് മാത്രമല്ല, കുടുംബ ബന്ധം ചേർക്കുക. തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ബന്ധങ്ങളെ കൂട്ടി ഉറപ്പിക്കുക. എന്ന് മാത്രമല്ല, എൻ്റെ മുഅ്മിനീകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആരെങ്കിലും റിസ്കിൽ വിശാലത ഉദ്ദേശിക്കുകയാണെങ്കിൽ, ദീർഘായുസ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവന് കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ എല്ലാവരുടെയും കൈ മുസാഫാത്ത് ചെയ്തിട്ട് സംസാരിക്കുകയും എന്നിട്ട് പരസ്പരം സ്നേഹം കൈമാറുകയും ചെയ്യുക മുഅ്മിനീകളെ. എന്ന് മാത്രമല്ല, പരസ്പരം ആശംസ കൈമാറുക, അത് സുന്നത്താണ്. ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, എൻ്റെ വാപ്പ പറയുന്നു, ലഖീതു വായിൽ റളിയല്ലാഹു തആല യൗമൽ ഈദ്, പെരുന്നാളിന്റെ ദിവസം ഞാൻ വായിൽ റളിയല്ലാഹു തആല കണ്ടുമുട്ടി. അങ്ങനെ ഞാൻ പറഞ്ഞു, തഖബ്ബലല്ലാഹു മിന്നാ മിൻക,
എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാളും പറഞ്ഞത് തഖബ്ബലല്ലാഹു മിന്നാ മിൻകും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ നിന്ന് എല്ലാ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്നർത്ഥം വരുന്ന അർത്ഥം വരുന്ന ആശംസ സന്ദേശം, ദുആന്റെ അർത്ഥത്തിലുള്ള ആശംസ സന്ദേശം ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്നോട് തിരിച്ച് അതിനെ റിപ്ലൈ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്ന് മാത്രമല്ല മഹത്തുക്കളായിരിക്കുന്ന സ്വഹാബ കിറാമീങ്ങളും പരസ്പരം ആശംസ കൈമാറിയത് ഈദ് മുബാറക് എന്നതിൽ മാത്രം, ഈദ് മുബാറക് എന്നല്ല അവർ പറഞ്ഞത്, പിന്നെന്താണ് തഖബ്ബലല്ലാഹു മിന്നാ മിൻകും, അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ നമ്മളൊക്കെ നിന്നും നിങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്നർത്ഥം വരുന്ന ഈ ദുആന്റെ ആശയം കൊള്ളുന്ന ഈ ആശംസ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് മുസാഫഹത്ത് ചെയ്യുക, രണ്ട് ബന്ധം കൂട്ടിയിണക്കുക. അങ്ങനെ കൂട്ടിയിണക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പര ഹൃദയത്തിൽ സന്തോഷം ഇട്ടുകൊടുക്കുന്നു, സൗഹൃദം ഇട്ടുകൊടുക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ പാപങ്ങൾ പൊറുക്കുന്ന അസ്തദാനം കൈ മുസാഫഹത്തിൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ മുആനഖത്ത് എന്നുള്ളത് സുന്നത്തില്ല, അത് പെരുന്നാളിന്റെ സുന്നത്തില്ല. അത് യാത്ര കഴിഞ്ഞിട്ട് മറ്റും ദൂര സ്ഥലങ്ങളിൽ വരുന്നവരെ കാണുമ്പോൾ മറ്റുമാണ് മുആനഖത്ത് സുന്നത്തുള്ളത്, ആലിംഗനം എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇത്തരം സുന്നത്തുകൾ നമ്മൾ ചെയ്ത് ധാരാളം കർമ്മങ്ങളും ധർമ്മങ്ങളും ചെയ്ത് പരിശുദ്ധമായിരിക്കുന്ന ഈ ബലിപെരുന്നാളിനെ ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും നബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ത്യാഗോജ്ജലമായിരിക്കുന്ന ജീവിതത്തിന് അയവിറക്കിക്കൊണ്ട് പരിശുദ്ധമായിരിക്കുന്ന ബലിപെരുന്നാൾ കടന്നു വന്നിരിക്കുന്ന മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ഹറമിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ അതാ ഹജ്ജിന്റെ അഅ്മാറുകൾ അവർ മുഴുകുമ്പോൾ സാധുക്കളായി നമ്മളും ഇവിടുന്ന് ദുആ ചെയ്യേണ്ടതുണ്ട്. അർഹമുർ റഹീമീന റബ്ബ്, ആഘോഷങ്ങളായി ധാരാളം ഇബാദത്തുകളായി കഴിഞ്ഞു കൂട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നാടിന്റെ പല ഭാഗങ്ങളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളും കഴിഞ്ഞുകൂടുകയാണ്. അവർക്കൊക്കെ അല്ലാഹു ശാന്തിയും സമാധാനം കൊടുക്കട്ടെ. നഷ്ടപ്പെട്ടത് പോയതൊക്കെ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദുആയോടുകൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഞാൻ ദുആ ചെയ്യും. അർഹമുർ റഹീമീൻ റബ്ബെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഉന്നതമായിരിക്കുന്ന വിജയികൾ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.